കുന്നിന്റെ ശവത്തിൻമീത്തലെ കൂടെ നാടിന്റെ ശവക്കുന്ന് നിരത്തിക്കൊണ്ട് ചോരകുടിയൻ റോഡ് പാഞ്ഞു. തിരിക്കുന്നിന്റെ മോളിലെ പറങ്ക്യാവിൻ ചിറ്റാങ്കൊമ്പിന്റെ കണ്ണായ കുന്നുകൾ, ചീറ്റക്കാൽ കുന്ന്, വീരമലക്കുന്ന്, അരൈക്കുന്ന്, മഞ്ഞമ്പതിക്കുന്ന്. കണ്ണ് ചിമ്മി തുറക്കേ നാടിന്റെ കണ്ണ് കുത്തിക്കെടുത്തിക്കൊണ്ട് അധികാര ചക്രം കുരച്ചു പാഞ്ഞു. പരിസ്ഥിതി ജാഗ്രതയുടെയും അക്ഷരപ്രചോദനത്തിന്റെയും കാഴ്ചകൾക്ക് എല്ലാവർക്കും സ്വാഗതം. വിനാശ വികസനത്തിന്റെ ചോരകുടിയൻ റോഡുകളിൽ അരഞ്ഞു തീരുന്ന ജീവിതങ്ങളുടെയും ലാഭക്കൊതിയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ജൈവ വൈവിധ്യങ്ങളുടെയും നിശബ്ദരേഖം കവിതകളിലേക്ക് വിവർത്തനം ചെയ്യുകയാണ് ജയൻ നീലേശ്വരം. ജൈവനീതിയുടെയും പ്രതിരോധ രാഷ്ട്രീയത്തിന്റെയും മൂർച്ചയേറിയ ശബ്ദമാണ് ഈ കവിതകളിൽ മുഴങ്ങിക്കേൾക്കുന്നത്. അധ്യാപക സേവനത്തിന്റെ തിരക്കുകൾക്കിടയിലും സാംസ്കാരിക മേഖലയും സജീവ സാന്നിധ്യമാണ് ജയൻ നീലേശ്വരം. ഇന്ന് നമുക്ക് ജയൻ നീലേശ്വരത്തിന്റെ കാവ്യ ലോകത്തേക്ക് പോവാം. നമസ്കാരം, ഞാൻ ജയൻ നീലേശ്വരം. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ആണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗണിതശാസ്ത്ര അധ്യാപകനായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞാൻ യുവകലാസാഹിതിയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ്. കവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ധാരാളം കവിതകളൊന്നും എഴുതിയിട്ടില്ല. ഇതുവരെയായിട്ട് 2 പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 2012 പ്രസിദ്ധീകരിച്ച ആകാശവും തൂവലും, 2023 പ്രസിദ്ധീകരിച്ച ചുണ്ടൊപ്പ് എന്നീ 2 കവിതാ സമാഹാരങ്ങളാണ് ഇതുവരെയായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എന്തിനാണ് എഴുതുന്നത് എന്ന് സ്വയം ചോദിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന നീതി നിഷേധത്തിനെതിരെയുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടാണ് എൻ്റെ കവിതകളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത്. പരിസ്ഥിതി കവിതകൾ എഴുതാനുള്ള പ്രചോദനം ജൈവനീതിക്ക് വേണ്ടിയിട്ടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ്. രാഷ്ട്രീയ കവിതകൾ എഴുതുന്നതിനു പിന്നിലുള്ള പ്രചോദനം സാമൂഹ്യനീതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളാണ്. ആർത്ഥത്തിൽ നീതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളും ആഗ്രഹങ്ങളും സമരങ്ങളുമാണ് എൻ്റെ കവിതകൾ എന്ന് വേണമെങ്കിൽ പറയാം. ശവപാത, കുന്നിന്റെ ശവത്തിൻമീത്തലെ കൂടെ നാടിന്റെ ശവക്കുന്ന് നിരത്തിക്കൊണ്ട് ചോരകുടിയൻ റോഡ് പാഞ്ഞു. തിരിക്കുന്നിന്റെ മോളിലെ പറങ്ക്യാവിൻ ചിറ്റാങ്കൊമ്പിന്റെ കണ്ണായ കുന്നുകൾ, ചീറ്റക്കാൽ കുന്ന്, വീരമലക്കുന്ന്, അരൈക്കുന്ന്,
മഞ്ഞമ്പുതിക്കുന്ന കണ്ണ് ചിമ്മി തുറക്കേ നാടിന്റെ കണ്ണ് കുത്തിക്കെടുത്തിക്കൊണ്ട് അധികാര ചക്രം കുരച്ചു പാഞ്ഞു. അന്തരീക്ഷമുള്ള സാഹിത്യത്തിന്റെ ഒരു അന്തരീക്ഷമുള്ള കുടുംബത്തിലല്ല ഞാൻ ജനിച്ചത്. ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അച്ഛൻ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. അമ്മ വീട്ട് ജോലി മാത്രമുള്ള ഒരു സ്ത്രീയായിരുന്നു. അച്ഛന് 9 മക്കളായിരുന്നു. അതിൽ 8ാമത്തെ ആളാണ് ഞാൻ. ഇപ്പോൾ ഓർക്കുമ്പോൾ വീട്ടിൽ വായനയുടെ ഒരു അന്തരീക്ഷം വളരെ ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിന് കാരണം എന്റെ മൂത്ത ഏട്ടൻ അക്കാലത്ത് കോളേജ് വിദ്യാഭ്യാസം നേടിയ മട്ടന്നൂരുള്ള പഴശ്ശിരാജ NSS കോളേജിൽ BCom ബിരുദം പൂർത്തിയാക്കിയ ആളാണ് എന്റെ മൂത്ത ഏട്ടൻ. അപ്പോ ഏട്ടന്റെ ഈ ഒരു ലോക പരിചയത്തിന്റെ ഫലമായിട്ട് കലാകൗമുദി, കഥ, അതുപോലുള്ള പുസ്തകങ്ങൾ ധാരാളമായി വീട്ടിലേക്ക് എത്തിച്ചേരാറുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളുടെ ഉള്ളടക്കം വീട്ടിലെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. അതായത് സാധാരണ സംസാരങ്ങളിലൊക്കെ ഈ കലാകൗമുദിയിലെ നോവലായാലും അതിലെ ലേഖനങ്ങളായാലും സാഹിത്യ വാരഫലായാലും വീട്ടിനകത്തുള്ള ഒരു സംസാര വിഷയമായിരുന്നു. ഇങ്ങനെയൊരു അന്തരീക്ഷത്തിൽ പുസ്തകങ്ങളോട്, പ്രധാനമായും നോവലുകളോട്, അതുപോലെ തന്നെ രാഷ്ട്രീയത്തോടൊക്കെ ആഭിമുഖ്യം വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായി. ഈ അന്തരീക്ഷമാവാം എഴുതാനുള്ള ഒരു പ്രേരണ. വലിയ എഴുത്തുകാരൻ ആവണം എന്നുള്ള ആഗ്രഹമൊന്നും ഏതു കാലത്തും ഉണ്ടായിരുന്നില്ല. മനസ്സിലെ രൂപപ്പെടുന്ന കഥയായാലും കവിതയായാലും സ്വാഭാവികമായിട്ട് അത് എഴുതപ്പെടുന്നു. അത് പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലത് പ്രസിദ്ധീകരിക്കുന്നു, ചിലത് പുറന്തള്ളപ്പെടുന്നു. അങ്ങനെ നിരന്തരം ഈ ഒരു മേഖലയുമായി സമ്പർക്കം പുലർത്തുകയും എഴുതുകയും ചെയ്തതാണ്. നമ്മുടെ സുഹൃത്തുക്കളുടെ പ്രേരണ കൊണ്ടാണ് പുസ്തകങ്ങൾ ആയിട്ട് അത് സമാഹരിച്ച് പുസ്തകങ്ങളാക്കിയത്. അടയാളം ഒച്ച വെക്കാതെ ഒരൊച്ച് അതിവേഗ പാത മുറിച്ച് അക്കരെ എത്താനായി അനങ്ങിത്തുടങ്ങി. ചക്രം വെച്ച നഗരം ഇരമ്പിയാർത്ത് കുതിച്ചു വന്നു. വേഗത്തിന്റെ പന്തയങ്ങൾക്കടിയിൽപ്പെട്ട് ചതഞ്ഞമരുന്ന നാട്ടുജീവിതങ്ങളെ അടയാളപ്പെടുത്താനായി അത് മാഞ്ഞേ പോയി. എന്നെ സ്വാധീനിച്ചത് പുസ്തകങ്ങളെക്കാളും വിശാലമായ ഹൃദയമുള്ള, വിശാലമായ ജീവിതാനുഭവങ്ങളുള്ള, ആർദ്രതയുള്ള
അത്രയും വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയുള്ള ആളുകളുമായി അച്ഛന്റെ വീട്ടിലേക്ക് വരുന്ന കൂട്ടുകാരായാലും നമ്മൾ പണിക്കാത്തെന്ന് പറയുന്ന അച്ഛന്റെ പണിശാലയിലേക്ക് വരുന്ന വിവിധ വിഭാഗം, വിവിധ ജാതിയിലുള്ള, മതത്തിലുള്ള, വിവിധ പ്രായത്തിലുള്ള, അതുപോലെ തന്നെ അച്ഛന്റെ അതേ തൊഴിലെടുക്കുന്ന കൂട്ടുകാര്, അതുപോലെ തീവണ്ടിയില് അച്ഛൻ യാത്ര ചെയ്യുന്ന സമയത്ത് അച്ഛന്റെ കൂടെയുള്ള കൂട്ടുകാര്, അങ്ങനെ എന്നെ എപ്പോഴും പ്രചോദിപ്പിച്ചത് പൂർണ്ണ വ്യക്തിത്വമുള്ള മനുഷ്യരായിരുന്നു. ഈ മനുഷ്യരുടെ സാമീപ്യം, സൗഹൃദം എന്നെ എന്റെ ജീവിതത്തിലേറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ചരിത്രത്തിലെ വലിയ വലിയ മഹാന്മാരോടൊപ്പം തന്നെ എന്റെ ഹൃദയത്തിൽ ഞാൻ അവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ജീവിത അനുഭവമാണ് നാട്ടു സംസ്കാരത്തെ ഇഷ്ടപ്പെടാനും അത് ചെറിയ തോതിൽ എന്റെ എഴുത്തിലേക്ക് കൊണ്ടുവരാനും എനിക്ക് കഴിഞ്ഞത്. നാട്ടുഭാഷയുടെ സ്വാധീനവും അതുതന്നെയാണ്. ഒരു മനുഷ്യൻ അവന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, മനസ്സിലുള്ള കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ, നന്നായിട്ട്, പൂർണ്ണമായിട്ട് ആവിഷ്കരിക്കുന്നത് നാട്ടുഭാഷയിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ട് ഇതിന്റെ കരുത്ത് തിരിച്ചറിഞ്ഞിട്ടാണ്, നാട്ടുഭാഷയുടെ കരുത്ത്, അതിലെ സത്യസന്ധത, അതിന്റെ ആർജവം ഒക്കെ തിരിച്ചറിഞ്ഞതിന്റെ ഫലമായിട്ടാണ് എഴുത്തിൽ അറിയാതെ ഈ വാക്കുകൾ, ഈ സംസ്കാരം കടന്നു വന്നത്. അതുകൊണ്ടാവാം എന്റെ കവിതകളിൽ സാധാരണക്കാരായ ആളുകളും സംസാരിക്കുന്ന വാക്കുകളും കടന്നു വന്നു. തലകീഴായി ആടുമ്പോൾ പൊയ്പോയ അജ്ജി നിർക്കനെ നിന്ന് എന്നെ നോക്കി. ആ നോട്ടത്തിൽ കീഞ്ഞ കാലം തമ്പിലേക്ക് വന്നു നിരന്നു. അമ്മയുടെ 9 മക്കളും വയർ നിറയ്ക്കുന്ന ഞാണിന്മേൽ കൂറ്റെടുത്തു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഒരു കൗതുകത്തിന്റെ പേര് ചെറിയ ചെറിയ കഥകൾ, അങ്ങനെ വലിയ നിലവാരമുള്ള കഥകളൊന്നുമല്ല, അല്ലെങ്കിൽ ഘടനയുള്ള കഥകളൊന്നും ആയിരുന്നില്ല. കുട്ടികൾ എഴുതുന്ന രീതിയിലുള്ള കഥകൾ, വളരെ ബാലിശങ്ങളായ കഥകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആദ്യത്തെ കഥ എഴുതിയതിന് ശേഷം എഴുതുന്ന സമയത്ത്, എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്, അത് എഴുതുന്ന സമയത്ത്, അത് തിരുത്തുന്ന സമയത്ത്, അത് ഒരു കഥയായി രൂപപ്പെടുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം, ഒരു തൃപ്തി, ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് പിന്നീട് ഇതുപോലുള്ള
കഥകളുടെ ബീജം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് അത് കഥയായി രൂപപ്പെടുത്താനും അത് ഒരു നോട്ട് പുസ്തകത്തിൽ പകർത്തി വെക്കാനും ഒക്കെ ഇടയായിട്ടുള്ളൂ. അപ്പൊ ഈ എഴുതുന്ന ഒരു ശീലം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവിതയുടെ ബീജം മനസ്സിലേക്ക് എത്തിയാൽ അത് വികസിപ്പിക്കാനുള്ള ഒരു ശീലം നമ്മളിലേക്ക് കടന്നു വരികയും ഇങ്ങനെ എഴുതുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ കടന്നുകൂടുകയും ചെയ്യും. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് നെഹ്റു കോളേജിലുള്ള പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം, അവിടെയുള്ള ഒരു അന്തരീക്ഷം, അവിടെയുള്ള ലൈബ്രറിയുടെ ഒരു അന്തരീക്ഷം, അവിടെയുള്ള മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അന്തരീക്ഷം, അതൊക്കെ എഴുത്തിനോടുള്ള ഒരു ആരാധന, എഴുത്തുകാരോടുള്ള ഒരു ആരാധന ഒക്കെ രൂപപ്പെടുത്തുന്നതിന് കാരണമായി. എങ്കിലും ആ കാലഘട്ടത്തിലൊന്നും, ആ സമയത്തൊന്നും ഒരു ആത്മവിശ്വാസം ഒന്നും നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. എങ്കിലും എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ഉണ്ടായിരുന്നു. നീലേശ്വര പ്രതിഭാ കോളേജിൽ BSc മാത്തമാറ്റിക്സ് പഠിക്കുന്ന സമയത്ത് അവിടെയും ഒരു സാഹിത്യത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഗണിതശാസ്ത്ര വിദ്യാർത്ഥി ആണെങ്കിൽ പോലും മലയാളം അധ്യാപകരായ മാധവ പറച്ചേരി മാഷ്, അവരുടെയൊക്കെ ഒരു സാന്നിധ്യം കോളേജിൽ, ഒരു സാഹിത്യത്തിന്റെ ഒരു അന്തരീക്ഷം, ഒരുപാട് എഴുത്തുകാർ കോളേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ കോളേജിൽ ആ സന്ദർഭത്തിലാണ് സാഹിത്യകാരന്മാരായ ഒരുപാട് പേരുണ്ട്. അതിന് പ്രമുഖരായിട്ടുള്ള സന്തോഷ് ഇച്ചിക്കാനും ബിജു കാഞ്ഞങ്ങാടൊക്കെ അവിടെ പഠിച്ച് അവിടെയുള്ള മത്സരങ്ങളിലൊക്കെ സമ്മാനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. പ്രതിഭാ കോളേജില് ഒരു കോളേജ് മാസിക, അത് മാസിക എന്ന രൂപത്തിലൊന്നല്ല, ഒരു പത്രം എന്ന രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആ സന്ദർഭത്തിൽ എന്റെ ഒരു കഥ അതിനകത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പിന്നീട് പയ്യനുമായിട്ടുള്ള ഒരു സമ്പർക്കം എനിക്ക് അച്ഛന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് അതിനെ സഹായിക്കാൻ വേണ്ടി അതിന്റെ പണിസാമഗ്രികള് മറ്റ് കാര്യങ്ങളൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിരന്തരം ഡിഗ്രി കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയ കാലയളവിൽ, ഡിഗ്രിക്കും BEdനും ഇടയിലുള്ള ഒരു കാലയളവിൽ നിരന്തരം പയ്യന്നൂരേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ പയ്യന്നൂരിൽ വെച്ചിട്ട് ഞാൻ ജനൈകം വാരിക കാണാനിടയാവുകയും ഇതില് കഥകൾ പ്രസിദ്ധീകരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് എന്റെ ഒരു കഥ ജനൈകം വാരികയിലേക്ക് അയച്ചു കൊടുക്കുകയും ഓർമ്മകൾ മഴ പെയ്യുമ്പോൾ എന്ന എന്റെ കഥ ജനൈകം വാരികയിൽ 1995 പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ കഥ വന്നതിനെ തുടർന്ന് ഞാൻ എഴുതുന്ന ആ സമയത്ത് ഞാൻ കഥകൾ ധാരാളമായി എഴുതാറുണ്ടായിരുന്നു. ഞാൻ എഴുതിയ വേറെയും കഥകൾ ഈ വാരികയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. പിന്നീട് കഥകൾ എഴുതുന്ന
അതിന് സമാന്തരമായിട്ട് തന്നെയാണ് കവിതകളും എഴുതി തുടങ്ങിയത്. ഈ കവിതകളോടുള്ള ഇഷ്ടം അത് എപ്പോഴാണ് തുടങ്ങുന്നത് എന്നൊന്നും അറിയില്ല. അത് സിനിമാ ഗാനങ്ങളുടെ ഇഷ്ടം, അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളിലെ കവിതകളോടുള്ള ഇഷ്ടം. ചില കവിതകൾ നമ്മളെ അറിയാതെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അത് ചില അധ്യാപകർ ആയിട്ട് മലയാളം പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപകർ, നീലേശ്വരം രാജാസിലെ ചന്ദ്രശേഖരൻ മാഷായാലും ബാലചന്ദ്രൻ മാഷായാലും അങ്ങനെ ഒരുപാട് അധ്യാപകർ, ലളിത ടീച്ചർ, അങ്ങനെ പേര് ഇപ്പോ പറയാൻ ഓർമ്മ വരാത്ത അധ്യാപകരും LP സ്കൂളിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ള രമ ടീച്ചർ, വിജയം മാഷ്, അവരൊക്കെ ഭാഷാ പഠനത്തിൽ മലയാള ഭാഷയോട് ഉള്ള ഒരു ബന്ധം, ഒരു സ്നേഹം ഉണ്ടാക്കിയെടുക്കുന്നതിന് വളരെയധികം സഹായിച്ച അധ്യാപകരാണ്. അങ്ങനെ ചില കവിതകൾ അറിയാതെ നമ്മൾ ഇഷ്ടപ്പെടുകയും അങ്ങനെ എങ്ങനെയോ കവിത, താളബദ്ധമായ കവിതകള്, വൃത്തബദ്ധമായിട്ടുള്ള കവിതകള് ഞാൻ വളരെ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അല്ലാത്ത കവിതകൾ, ഗദ്യ കവിതകൾ ആണ് ഞാൻ കൂടുതലും എഴുതിയിട്ടുള്ളത്. അത് എഴുതപ്പെടുന്നത് പറഞ്ഞ ഡിഗ്രി പഠനത്തിന്റെ കാലയളവിൽ ഒക്കെ കവിതകള് എഴുതുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. അപ്പൊ കൗതുകത്തിന് ആദ്യത്തെ കവിത ഞാൻ പത്രാധിപർക്ക് അയച്ചു കൊടുക്കുന്നത് എന്റെ പേരിലല്ല, എന്റെ പത്രങ്ങൾ വിജയശ്രീയുടെ പേരിലാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ വിജയശ്രീ നീലേശ്വരം എന്നുള്ള പേരിലാണ് എന്റെ കവിത ആദ്യമായിട്ട് ലേറ്റസ്റ്റ് വാരാന്തത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. അതിനെ തുടർന്ന് ഉത്തരദേശത്തില്, അതുപോലെ തന്നെ സമന്വയം എന്നുള്ള ഒരു കോഴിക്കോട് നിന്നിറങ്ങുന്ന മാസികയില്, അങ്ങനെ വിവിധങ്ങളായ മാസികകളിൽ ചെറിയ ചെറിയ രീതിയിൽ കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ചു വന്നു. പിന്നീട് കഥകൾ എഴുതുന്നത് ചുരുങ്ങുകയും കവിതകൾ 2000 തൊട്ട് കവിതകൾ ധാരാളമായി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് രൂപപ്പെടുന്നത് ചില സംഘർഷങ്ങൾ, മനസ്സിലെ ജീവിതത്തിലെ സംഘർഷങ്ങളൊക്കെ കവിതകളായി രൂപപ്പെട്ടു. അത് സൂക്ഷിച്ചു വെച്ചു. പ്രസിദ്ധീകരണങ്ങളിലൂടെ അത് അങ്ങനെ പുറത്തേക്ക് വന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം കവിത പ്രസിദ്ധീകരിച്ചു വരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അങ്ങനെ ഈ സൂക്ഷിച്ചു വെച്ച കവിതകൾ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ധാരാളം കവിയരങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കവിയരങ്ങുകളിൽ അല്ലെങ്കിൽ കവിയരങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ കവിയരങ്ങുകളിലൊക്കെ പങ്കെടുത്ത ഈ കവിതകൾ പുസ്തകമാക്കണമെന്ന സുഹൃത്തുക്കളുടെ ഒരു നിർബന്ധം ഉണ്ടായതുകൊണ്ടാണ് അവരുടെ പ്രേരണയാൽ എന്റെ ആദ്യത്തെ പുസ്തകം, അത് മടിച്ചാണ് പുസ്തകം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറായത്. എന്നാലത് പുസ്തകത്തിന്റെ രൂപത്തിലേക്ക് തയ്യാറാക്കിയിട്ട് അപ്പോ നമുക്കൊരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു. അപ്പോ ഈ കവിതകൾ കണ്ട സമയത്ത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, മരിച്ചുപോയ രാജീവൻ കാഞ്ഞങ്ങാടിനാണ് ഞാൻ ഒരു പുസ്തകമാക്കിയിട്ട് ഒരു സമാഹാരമാക്കിയിട്ട് ഇത് DTP ചെയ്തിട്ട് ഒരു പുസ്തകം പോലെ വായിക്കാൻ വേണ്ടിയിട്ട്
കൊടുത്ത സമയത്ത് ഇതിനോടുള്ള ഒരു പ്രതികരണം, ഇത് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നല്ല പ്രതികരണം ഉണ്ടായി. അതിനെ തുടർന്ന് മരിച്ചുപോയ ത്യാഗരാജൻ ചാളക്കടവിന് ഞാൻ ഇത് വായിക്കാൻ കൊടുത്ത സമയത്ത് ചാളക്കടവ് പറഞ്ഞ ഒരു വാക്ക് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. ജയനീലേശ്വരം കവി എന്ന രീതിയിൽ ആണ് ഇനിമേൽ അറിയപ്പെടുക എന്ന് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഇവര് രണ്ടുപേരും മാത്രമല്ല, ഇവർ മരിച്ചു പോയത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പറയുന്നത്. രണ്ടുപേരെയും ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2010 ഈ പറഞ്ഞ ഇതിന്റെ ഒരു എഴുത്ത് പ്രതിയെ, കയ്യെഴുത്ത് പ്രതിയെ ഒരു പുസ്തകത്തിന്റെ രൂപത്തില് DTP ചെയ്തിട്ട് തയ്യാറാക്കിയിട്ട് ഈ പറഞ്ഞ എന്റെ സുഹൃത്തുക്കളൊക്കെ ഇത് കാണിച്ചിട്ട് ഇതിന്റെ ഒരു അഭിപ്രായം, ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു ആത്മധൈര്യം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയത്. അതിന് ധാരാളം സുഹൃത്തുക്കളെ ഇത് വായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുകയും നല്ല അഭിപ്രായം, ഇത് പ്രസിദ്ധീകരിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് എന്ന അഭിപ്രായം ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഇത് ഒരു പുസ്തകമാക്കാനുള്ള ഒരുക്കങ്ങൾ ഞാൻ ആരംഭിച്ചത്. എങ്കിലും എന്റെ മനസ്സിനകത്തൊരു സങ്കോചം അപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാ കാര്യങ്ങളും വളരെ പതുക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന് ആദ്യഘട്ടത്തില് ഒരു അവതാരിക വേണം. അപ്പൊ അവതാരിക എഴുതാൻ വേണ്ടിയിട്ട് മടിച്ച് യുവകലാസാഹിതിയുടെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് പ്രശസ്ത കവിയായ PK ഗോപിയെ നേരിട്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പോ ഗോപിയേട്ടന് ഞാനിത് അയച്ചു കൊടുത്ത സമയത്ത് ഗോപിയേട്ടൻ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഹൃദയസ്പർശിയായ ആത്മവിശ്വാസം തരുന്ന വാക്കുകൾ അവതാരികയായിട്ട് എഴുതി തന്നു. എന്നിട്ടും അത് വീണ്ടും ഒരുപാട് നാളുകൾ ഇങ്ങനെ കിടന്നു. അതിനൊരു പഠനം ആരോട് വാങ്ങും എന്നത് ഒരു വിശ്വാസക്കുറവ് അപ്പോഴും എന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ യാദൃച്ഛികമായിട്ട് യുവകലാസാഹിതിയുടെ ഒരു പരിപാടിയുടെ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ്. EP രാജഗോപാല മാഷോട് അതിന് ഒരു പഠനം എഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് പുസ്തകം നോക്കട്ടെ എന്ന് പറയുകയും പുസ്തകം കവിതകള് രാജഗോപാല മാഷിന് കൊടുക്കുകയും രാജഗോപാല മാഷ് അതിന് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പഠനം എഴുതിത്തരികയും ചെയ്തു. അങ്ങനെ ആ പുസ്തകം പുറത്തിറക്കാൻ വേണ്ടിയിട്ട്, പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസാധകനമാണല്ലോ. ആ സന്ദർഭത്തിലാണ് യുവകലാസാഹിതി പബ്ലിക്കേഷൻസ് എന്ന പേരിൽ യുവകലാസാഹിതി തന്നെ ഒരു പബ്ലിക്കേഷൻസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. യുവകലാസാഹിതി പബ്ലിക്കേഷൻസിന്റെ ചുമതലയുണ്ടായിരുന്ന അന്നത്തെ യുവകലാസാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സതീശനോട് ഞാനിങ്ങനെ ഇങ്ങനത്തെ സംഭവം പറഞ്ഞു. വളരെ തുറന്ന മനസ്സോടെ എൻ്റെ പുസ്തകം ഇറക്കാൻ വേണ്ടിയിട്ട് യുവകലാസാഹിതി പബ്ലിക്കേഷൻസ് തയ്യാറാവുകയും അങ്ങനെ ആകാശവും തൂവലും എന്ന പേരിൽ എൻ്റെ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം ഉണ്ടാവുകയും അതിന്റെ പ്രകാശനം, അത് ഇപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു സന്ദർഭമാണ്. നീലേശ്വര രാജാസ് ഹൈസ്കൂളിൽ വെച്ച്, ഞാൻ പഠിച്ച സ്കൂളിൽ വെച്ച് തന്നെ അത് പ്രകാശനം ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഇടയായി.
രാജാസ് ഹൈസ്കൂളിലെ ഹാളിൽ വെച്ച്, ജൂബിലി ഹാളിൽ വെച്ച് പ്രശസ്ത കവി കൽപ്പറ്റ നാരായണൻ മാഷ് അത് പ്രകാശനം ചെയ്തു. അത് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ആ സന്ദർഭത്തിലെ ആ വർഷം കാസർഗോഡായിരുന്നു നടന്നിരുന്നത്. അപ്പോ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക പരിപാടിയായിട്ട് നീലശേഖരൻ രാജാസ് ഹൈസ്കൂളിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതിയാണ് ആ പരിപാടി നടത്തിയത്. കാസർഗോഡ് ജില്ലയിലെ എല്ലാ കവികളും, പ്രധാനപ്പെട്ട എല്ലാ കവികളും പങ്കെടുത്ത ആ പരിപാടിയിലെ പുസ്തകം ഏറ്റുവാങ്ങിയത് മാധവ് പറച്ചേരി മാഷാണ്. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. പുസ്തകം ഇറക്കാനുള്ള എന്റെ ആഗ്രഹത്തിന് ആത്മവിശ്വാസം തന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മാധവ് പറച്ചേരി മാഷ്. അതിന്റെ എല്ലാ ഘട്ടത്തിലും പുസ്തകം കമ്പയിൽ ചെയ്യുന്ന സമയത്തായാലും, അതിന്റെ അവതാരിക തയ്യാറാക്കുന്ന സമയത്ത്, പഠനം തയ്യാറാക്കുന്ന സമയത്ത്, അതിന്റെ കവർ തയ്യാറാക്കുന്ന സമയത്ത്, പ്രിന്റ് ചെയ്യുന്ന സമയത്ത്, പ്രസാധകരെ കണ്ടെത്തുന്ന സമയത്തൊക്കെ എനിക്ക് ധൈര്യം തന്നത് എന്റെ കൂടെ സഞ്ചരിച്ച മാധവ് പറച്ചേരി മാഷയും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. 2013 ഫെബ്രുവരി മാസത്തിലാണ് ആകാശവും തൂവലും എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അതിനെ തുടർന്ന് ഈ പുസ്തകത്തിന് കിട്ടിയ പ്രധാനപ്പെട്ട ഒരു അംഗീകാരം 2014 തൃശൂർ സഹൃദയവേദിയുടെ PTL സ്മാരക യുവകവി പുരസ്കാരം അതിന്റെ മറ്റൊരു പ്രത്യേകത, സമഗ്ര സംഭാവനയ്ക്കുള്ള ആ വർഷത്തെ സഹൃദയവേദിയുടെ പുരസ്കാരം MK സാനുമാഷിനായിരുന്നു. തൃശൂർ സാഹിത്യ അക്കാദമിയുടെ ചങ്ങമ്പുഴ ഹാളിൽ അന്നത്തെ MLA ആയിരുന്ന ശ്രീ തേറമ്പിൽ രാമകൃഷ്ണനിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളത്. ഏറ്റവും വലിയ സന്തോഷമായി തോന്നിയത് അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് തൃശൂർ സാഹിത്യ അക്കാദമിയുടെ ചങ്ങമ്പുഴ ഹാളിൽ അന്ന് സാനുമാഷെ കാണാനും മാഷെ പരിചയപ്പെടാനും മാഷോട് കുറച്ച് സംസാരിക്കാനും മാഷയുടെ കൂടെ വേദിയിലിരിക്കാനും മാഷയുടെ അനുഗ്രഹങ്ങൾ മാഷയുടെ പ്രസംഗത്തിന് ശേഷം, മറുപടി പ്രസംഗത്തിന് ശേഷം സംസാരിക്കുന്ന സമയത്ത് എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചതൊക്കെ എന്റെ ജീവിതത്തിലെ വിലയേറിയ അനുഭവങ്ങളാണ്. ഏറ്റവും പുതിയ പുസ്തകത്തിലെ കവിതകളിലെ പ്രധാന പ്രമേയമായി വരുന്നത് പ്രകൃതിയും രാഷ്ട്രീയവുമാണ്. ഒരു കവിത നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പ്രകൃതി ധ്വംസനത്തിലുണ്ടാവുന്ന ഒരു ഹൃദയവേദന, അതിൽ നിന്ന്
വളരെ സ്വാഭാവികമായി രൂപപ്പെടുന്ന അമർഷവും രോഷവും സങ്കടവും ഒക്കെയാണ്. അത് ഈ പറഞ്ഞ ഈ നിരാശ മനുഷ്യരുടെ ഇടപെടൽ ഉണ്ടാക്കുന്ന, പ്രകൃതിയിൽ മോശപ്പെട്ട രീതിയിൽ ഉണ്ടാക്കുന്ന ഇടപെടൽ നമ്മളിൽ ഉണ്ടാകുന്ന നിരാശയും സങ്കടവും വ്യക്തിപരമായി അതിജീവിക്കാനുള്ള ഒരു ഉപാധിയാണ് എന്നെ സംബന്ധിച്ച് ഈ കവിത എഴുത്ത്. അതിൽ കവിത എഴുതുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതീക്ഷ ഇത് ഒരാൾ വായിക്കുമ്പോൾ അത് വായിച്ചതിന് ശേഷം ആ കവിതയിലൂടെ അയാൾ കടന്നുപോയിട്ട് അയാൾക്ക് ലഭിച്ച അനുഭവത്തെ ഒന്ന് അക്നോളജ് ചെയ്യുന്ന സമയത്ത്, കവിയോടത് പറയുന്ന സമയത്ത് കിട്ടുന്ന ഒരു തൃപ്തിയാണ് മറ്റെല്ലാ അവാർഡുകളെക്കാളും കൂടുതൽ സന്തോഷം തരുന്നത്. അപ്പോ അജ്ഞാതനായ ഒരു വായനക്കാരനെ തേടിയുള്ള ഒരു സഹൃദയനെ തേടിയുള്ള ഒരു അന്വേഷണം തന്നെയാണ് എന്നെ സംബന്ധിച്ച് കവിത എഴുത്ത്. കവിത എഴുതി കഴിഞ്ഞതിന് ശേഷം അതിന് കിട്ടുന്ന പ്രതികരണങ്ങൾ തന്നെയാണ്, നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ, നല്ല രീതിയിലുള്ള വായനകൾ തന്നെയാണ് എഴുത്തിന്റെ ജ്വാലയെ അണയാതെ ജ്വലിപ്പിച്ചുകൊണ്ട് എന്റെ സ്വന്തം ജീവിതത്തിനും എന്റെ ഒരു പരിസരത്തും പ്രകാശവും ഊർജവും ഉണ്ടാകും. ഇതാണ് എന്റെ എഴുത്തിനെ കുറിച്ചുള്ള വളരെ ചെറിയ വാക്കുകളിലുള്ള വിവരണം. ഇനി എന്റെ കുടുംബജീവിതത്തെ കുറിച്ച് പറയാം. എന്റെ ഭാര്യ നീന കുറെ വർഷങ്ങളായി കോളേജുകളിലും സ്കൂളുകളിലും താൽക്കാലിക അധ്യാപികയായി ജോലി ചെയ്തു വരുന്നു. ഒരു മകനാണുള്ളത്, പേര് മാധവ്. ഇപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞു. കവിതയിൽ നിന്നും നീക്കം ചെയ്ത ചില വാക്കുകൾ. മീറ്റിംഗ് കഴിഞ്ഞ് മുണ്ട് മാടിക്കുത്തി കുഞ്ഞുമ്പേട്ടൻ പാർട്ടി ആഫീസിന്റെ ഒത്തവക്കത്ത് യന്ത്രക്കൈ മാന്തിയുണ്ടാക്കിയ 6 വരി പാതയിലേക്ക് കുത്തനെ കീഞ്ഞു. അടിതേഞ്ഞ വള്ളിച്ചെരുപ്പ്, ഏറിപ്പറഞ്ഞ കുപ്പായം, ഇല്ലിപൊട്ടിയ കാലൻകുട തുടങ്ങിയ പ്രയോഗങ്ങൾ ടൗൺ ടു ടൗൺ ബസ്സിൽ സീറ്റില്ലാതെ കമ്പിയിൽ തൂങ്ങി നിന്നു. ചരിത്രവീതിയുടെ ഇരുവശങ്ങളിലും തണൽ വിരിച്ച ആൽമരങ്ങൾ ഒന്നൊന്നായി വെട്ടേറ്റ് വീണതിന്റെ നെഞ്ചുവേദനയും ശ്വാസം മുട്ടും കൂടെ തന്നെയുണ്ട്. ആദർശത്തിന്റെ കുന്ന് അടിയോളം കോരിയെടുത്ത് പ്രത്യാശകൾക്ക് നീരെത്തിച്ചിരുന്ന കുളങ്ങൾ ഒന്നൊന്നായി നികത്തുന്നത് കണ്ട് നൊമ്പലിച്ച കണ്ണിൽ വെള്ളമൊലിക്കുന്നുണ്ട്. ജീവിത വഴിയിൽ നിരന്നു നിൽക്കുന്ന ഓർമ്മകളുടെ
ഓടുമേഞ്ഞ അങ്ങാടികൾ ബുൾഡോസറുകൾ അടിച്ചു പൊളിച്ച് നിരപ്പാക്കുന്നുണ്ട്. ബസ്സിറങ്ങി വീട്ടിലേക്കുള്ള വഴി തിരിഞ്ഞ് വെച്ച് നടക്കവേ നാട് വിളയിക്കുന്ന 3 വിളക്കണ്ടത്തിൽ വിളഞ്ഞു നിൽക്കുന്ന ഷോപ്പിംഗ് മാളിന്റെ മുന്നിൽ കുത്തി നിർത്തിയ നോക്കുകുത്തി പാഞ്ഞു വന്ന് കുഞ്ഞുമ്പേട്ടന്റെ കയ്യിൽ പിടിച്ചു. മനുഷ്യരുടെ ഇടപെടൽ ഉണ്ടാക്കുന്ന, പ്രകൃതിയിൽ മോശപ്പെട്ട രീതിയിൽ ഉണ്ടാക്കുന്ന ഇടപെടൽ നമ്മളിൽ ഉണ്ടാക്കുന്ന നിരാശയും സങ്കടവും വ്യക്തിപരമായി അതിജീവിക്കാനുള്ള ഒരു ഉപാധിയാണ് എന്നെ സംബന്ധിച്ച് ഈ കവിത എഴുത്ത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക. നന്ദി.